ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അടച്ചിട്ട കോടതി മുറിയിലെ വാദം അവസാനിച്ചു. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വിധി പറയാനായി മാറ്റി. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, രാവിലെ 11 മണിക്ക് ആരംഭിച്ച വാദം മണിക്കൂറുകളോളം നീണ്ടു. കേസ് വിധി പറയാനായി മാറ്റിയിരിക്കുന്നു. തീയതി വന്നിട്ടുണ്ടോ? എന്നാണ് വിധി ഉണ്ടാവുക? ശരത്ത്, ഏതായാലും വാദം പൂർത്തിയായപ്പോൾ വിധിക്കായി മാറ്റിയിരിക്കുന്നു എന്നുള്ളൊരു വിവരം മാത്രമാണ് കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. എപ്പോഴായിരിക്കും ഈ വിധി പ്രഖ്യാപിക്കുക എന്നത് സംബന്ധിച്ച് കോടതിയിൽ നിന്നും ഒരു വ്യക്തത കൈവരിക്കാൻ സാധിക്കുക. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ജാമ്യാപേക്ഷയിന്മേൽ കൃത്യമായ രീതിയിൽ ഏകദേശം ഒരു 2 മണിക്കൂറോളം വാദം നടന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇരുഭാഗവും പ്രോസിക്യൂഷൻ കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ കോടതിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഇതിൽ ബലാത്സംഗവും അതോടൊപ്പം തന്നെ ഗർഭചിത്രവും നിർബന്ധിത ഗർഭചിത്രവും നടന്നിരിക്കുന്നു. അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ സഹിതം കോടതിക്ക് മുന്നിൽ നൽകുന്നു എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പ്രതിക്ക് ജാമ്യം അനുവദിക്കരുത്. ജാമ്യം അനുവദിച്ചാൽ അത് വലിയ തോതിൽ, അതായത് ഈ അതിജീവിതയ്ക്ക് വലിയ തോതിൽ ഭീഷണി അടക്കം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, തെളിവ് നശിപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. അതേസമയം പ്രതിഭാഗം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് ഉണ്ടായത്. അപ്പോൾ അതിൽ ഒരു തരത്തിലും പീഡനം എന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഗർഭചിത്രം നടത്തി എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പെൺകുട്ടി സ്വന്തം നിലയ്ക്കാണ് ആ ഗുളികകൾ കഴിച്ചത് എന്നുള്ള കാര്യമാണ് പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് എന്നുള്ള കാര്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും അതിൽ ഇരു ഭാഗത്തിൻ്റെയും വാദങ്ങൾ ഇപ്പോൾ കോടതിയിൽ പൂർത്തിയായിരിക്കുന്നു. ഏതായാലും വിധിക്കായി കേസ് മാറ്റിയിരിക്കുന്നു നിലവിൽ. പക്ഷേ എപ്പോഴായിരിക്കും വിധി പ്രസ്താവം ഉണ്ടാവുക, ഈ ജാമ്യാപേക്ഷയിന്മേലുള്ള വിധി എപ്പോഴായിരിക്കും ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് വ്യക്തത ഉച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും കൈവരിക്കാൻ സാധിക്കുക. നിലവിൽ കോടതി ഡിജിറ്റൽ തെളിവുകൾ സഹിതം പരിശോധിച്ചിരിക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ശരത്ത്, അതായത് ഷീജ, ഈ അഭിഭാഷകരോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്താണ്? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ ജാമ്യഹർജിയിൽ, മുൻകൂർ ജാമ്യഹർജിയിൽ വിധി ഉണ്ടാവുമോ, അതോ അടുത്ത ഏത് തീയതിയിലേക്കാണ് വിധി പറയാനായി മാറ്റിയിരിക്കുന്നത് എന്നതാണോ അറിയാനാവുക? അതായത് ഉച്ചയ്ക്ക് ശേഷം ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ തെളിവുകൾ നൽകാനുണ്ടെങ്കിൽ നൽകാം എന്നുള്ളൊരു കാര്യം കൂടി കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വിധി ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരിക്കും. പക്ഷേ എപ്പോഴായിരിക്കും വിധി ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് ഉച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും വ്യക്തമാകുക. കാരണം ഇവർക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ, തെളിവ് ശേഖരണം അടക്കമുണ്ട് എന്നുള്ളത് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ തെളിവുകൾ നൽകാനുണ്ടെങ്കിൽ അത് നൽകാം എന്നുള്ള കാര്യം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വിധി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ എപ്പോഴായിരിക്കും വിധി ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ സാധിക്കുകയില്ല. കോടതി ഉച്ചയ്ക്ക് ശേഷം മാത്രമേ കോടതിയാണത് തീരുമാനിക്കേണ്ടത്. പുറത്തേക്ക് വരികയുള്ളൂ. ശരത്ത്, അതെ, ഷീജ പറഞ്ഞതുപോലെ അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പോൾ ഷീജ പറഞ്ഞ പോലെ ഇന്ന് ഈ മുൻകൂർ ജാമ്യഹർജിയിൽ ഉത്തരവിനുള്ള സാധ്യത തീരെ കുറവാണ്. എന്നാൽ ഉച്ച തിരിഞ്ഞ് ഏത് ദിവസത്തേക്കാണ് ഈ കേസ് മാറ്റിയിട്ടുള്ളത്, വിധി പറയാനായി, ഉത്തരവിനായി മാറ്റിയിട്ടുള്ളത് എന്നുള്ളത് ഉച്ചയ്ക്ക് ശേഷമുള്ള കോടതി നടപടിക്രമങ്ങൾ ആ സമയത്തിൽ നിന്ന് ഒരുപക്ഷെ അറിയാനായേക്കും. അത് ഉച്ചയ്ക്ക് ശേഷം ആ കാര്യങ്ങൾ അറിയാം. ഏതായാലും വാദം പൂർത്തിയായിരിക്കുകയാണ്.